Good evening to all. Calicut University 5th sem BCom Corporation സ്പെഷ്യലൈസേഷൻ പേപ്പർ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസിലെ 7th ചാപ്റ്റർ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇത്, കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ കോമൺ ബെറ്റർമെൻറ്റ്. അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് പറയുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് വാരിയസ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ലൈക്ക് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് ലോൺസ് ആൻഡ് സബ്സിഡീസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പലതരത്തിലുള്ള സർവീസുകൾ അതിലുള്ള മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോണുകൾ ലെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റു തരത്തിലുള്ള വേറെ സർവീസുകൾ. ഓക്കെ, ഇൻ ഇന്ത്യാസ് ഫിനാൻഷ്യൽ സിസ്റ്റം കോപ്പറേറ്റീവ് ബാങ്ക്സ് വിച്ച് ഇൻക്ലൂഡ് ബോത്ത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ. അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതൊക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്രൂഷ്യൽ റോളാണുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. ഓക്കെ, ദേ സെർവ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ബോത്ത് അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ്, മേക്കിംഗ് ദം എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ബാങ്കിങ് സിനാരിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതിയിട്ട് തുടങ്ങുക കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന് എന്ത് ചോദിച്ചാലും ഒരു ബാങ്കിങ് മേ ബി ടൈപ്സ് ഓഫ് ബാങ്കിങ് ചോദിക്കാം, അതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാം. ഒക്കെ ചോദിച്ചാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഈ ഫസ്റ്റത്തെ ഈ ഒരു 2 ലൈൻ എഴുതിയാൽ, ഫസ്റ്റത്തെ 2 അത് പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് എഴുതിയാൽ തന്നെ മതി. ഓക്കെ, കോമൺ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ: ഡെമോക്രാറ്റിക് അസോസിയേഷൻ, ഓപ്പൺ മെമ്പർഷിപ്പ്, ഈക്വൽ വോട്ടിംഗ് റൈറ്റ്, എൻകറേജിങ് ത്രിഫ്റ്റ്, അതായത് സേവിങ് ത്രിഫ്റ്റ്, പിന്നെ എലിമിനേഷൻ ഓഫ് മിഡിൽമാൻ, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് എൻകറേജിങ് ത്രിഫ്റ്റ് ഓഫ് സേവിങ്, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഈക്വലി. ഓക്കെ, ഇതാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് വരുന്നത്, പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ്. ഷോർട്ട് എസ്സേ ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ദി സെയിം ഫങ്ഷൻ ആസ് ബാങ്ക് ബട്ട് ദേ ഡിഫർ ഓൺ സം പോയിൻറ്റ്സ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മുടെ സാധാ നോർമൽ ബാങ്ക് പോലെയൊക്കെ തന്നെയാണ്, അതിൻ്റെ ഏറെക്കുറെ സെയിം ഫങ്ഷനൊക്കെ തന്നെയാണ് വരുന്നത്. എന്നാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇതൊരു കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫോംഡ് അണ്ടർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, വെറാസ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഫോംഡ് ആസ് പെർ ദി കമ്പനീസ് ആക്ട് ഓർ ബൈ ആൻ ആക്ട് ഓർ പാർലമെൻറ്റ്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്ക് ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത് മേ ബി കമ്പനീസ് ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ട് ഓഫ് പാർലമെൻറ്റ് ആയിരിക്കാം. അതാണ് ഫസ്റ്റിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പറയുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഹാവിങ് 3 ടയർ സ്ട്രക്ചർ വൈൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഹാവ് എ ബ്രാഞ്ച് ബാങ്കിങ് സ്ട്രക്ചർ. അതായത് കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്. ഓക്കെ, ടോപ്പ് ലെവലിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ, പിന്നെ പ്രൈമറി. ഓക്കെ, അങ്ങനെയാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിങ്ങിന് എങ്ങനത്തെ സ്ട്രക്ചറാണ് ഉള്ളത്, ഒരു ബ്രാഞ്ച് ബാങ്കിങ് സ്ട്രക്ചറാണ്. അതായത് ഓരോ പ്രദേശത്തും ഓരോ ബ്രാഞ്ച്. ഓക്കെ, അതായത് കാലിക്കറ്റ് ഒരു ബ്രാഞ്ച്, അതല്ലെങ്കിൽ കാലിക്കറ്റിൻ്റെ ഒരു പ്രദേശത്ത് ഒരു ബ്രാഞ്ച്, അങ്ങനെ ഒരു ബ്രാഞ്ച് ബാങ്കിങ് സ്ട്രക്ചറാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്കിനുള്ളത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, RBI ഹാസ് വെരി ലിമിറ്റഡ് പവർ ഓവർ ദി കോപ്പറേറ്റീവ് ബാങ്ക്സ് വെറാസ് കൊമേഴ്സ്യൽ ബാങ്ക് ഹാവ് കംപ്ലീറ്റ് റെഗുലേഷൻ ബൈ ദി RBI. അതായത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിൽ RBIക്ക് വളരെ ലിമിറ്റഡ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കംപ്ലീറ്റ് റെഗുലേഷനും ആരുടെ കയ്യിലാണുള്ളത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ കയ്യിലാണുള്ളത്. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വൈൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ നോട്ട്. അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണുള്ളത്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിന് അത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ്. നമ്മൾ ടോട്ടൽ 4 ഫങ്ഷൻസ് ആട്ടോ പറഞ്ഞത്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ ഫോം ചെയ്തിട്ടുള്ളത് മേ ബി കമ്പനീസ് ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്, കൊമേഴ്സ്യൽ ബാങ്കിന് ബ്രാഞ്ച് ബാങ്കിങ് സ്ട്രക്ചറാണുള്ളത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ കിട്ടുന്ന പോയിൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, RBIക്ക് വളരെ ലിമിറ്റഡ് പവറാണ് ഏതിൻ്റെ കേസിലുള്ളത്, കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കേസിലുള്ളത്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കേസിൻ്റെ കംപ്ലീറ്റ് റെഗുലേഷൻ വരുന്നത് RBIയുടെ കയ്യിലാണ്. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്ക് ബേസ് ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലും, എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രിൻസിപ്പിൾസോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രോബ്ലംസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ലാക്ക് ഓഫ് പ്രൊഫഷണലി ട്രെയിൻഡ് മാനേജ്മെൻറ്റ്, അതായത് പ്രൊഫഷണലി ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ കുറവ് അവിടെ വളരെ കൂടുതലായിരിക്കും. പൊളിറ്റിക്കൽ പ്രഷർ, അതായത് ചില രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ ഭരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ജോലിയുടെ കാര്യമൊക്കെ റെക്കമെൻഡേഷൻസ് ഒക്കെ അവർ റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ജോലി വേഗം കിട്ടാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോലിക്കൊക്കെ കയറുമ്പോൾ മനസ്സിലാകും. ഓക്കെ, lack of finance, problem of overdue, lack of loyal members, financial inclusion in some local areas may be difficult, lack of profitability, problem with the customer retention. ഇത്തരത്തിലുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ പ്രോബ്ലംസ്. ലൈക്ക് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ പോയിൻ്റ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ടൈപ്സ്. നമുക്കിതിൽ 5 ടൈപ്സാണ് പഠിക്കാനുള്ളത്. പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഒക്കെ വരുമായിരിക്കും, അറിയില്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. Okay, primary cooperative credit society are formed by the members of the locality to provide credit facility to the shareholders, the members of the society. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? അതെല്ലാം മെമ്പേഴ്സ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ സെയിം ലൊക്കാലിറ്റിയിലുള്ള മെമ്പേഴ്സ് ഫോം ചെയ്തിട്ടുള്ളതാണ് എന്ത് പറഞ്ഞത്? പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, the financial needs of the society have been met using the deposit and the share capital received from its members. അതായത് ഈ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? അതായത് അതിലെ മെമ്പേഴ്സ് ഓഫ് കോഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യും ക്യാഷ്, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതുവഴിയായിരിക്കും പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് എന്ത് ചെയ്യുന്നത്? ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ദ ഇഷ്യൂ ഓഫ് ലോൺസ് ടു ദർ മെമ്പേഴ്സ് ഫോർ ദർ അഗ്രികൾച്ചറൽ ആൻഡ് വാരിയസ് ഫാം നീഡ്സ്. അതായത് അതിലുള്ള മെമ്പേഴ്സിന് ലോൺ എന്ത് ചെയ്യും? കൊടുക്കും ഫോർ ദർ അഗ്രികൾച്ചറൽ ആൻഡ് വാരിയസ് ഫാം നീഡ്സ്. ഇങ്ങനെ കൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്പേഴ്സ് ലോൺ പറയുകയാണെങ്കിൽ അവർക്ക് ലോൺ ഇഷ്യൂ ചെയ്യും. ദേ ഇഷ്യൂ ലോൺസ് ടു ദർ മെമ്പേഴ്സ് ഫോർ ദർ അഗ്രികൾച്ചർ ആൻഡ് വാരിയസ് ഫാം നീഡ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇറ്റ്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദി ഡിസ്ട്രിക്റ്റ് ലെവൽ. അതായത് പ്രൈമറി കോപ്പറേറ്റീവ്സിൻ്റെ ഫെഡറേഷനാണ് ഇത് പറയുന്നത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിക്റ്റ് ലെവലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ മെമ്പർഷിപ്പ് ആർ ഓഫ് 2 ടൈപ്സ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്, ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ആൻഡ് ദി പ്രൈമറി കോപ്പറേറ്റീവ്സ്. അതായത് മെമ്പേഴ്സിനും അതിൽ മെമ്പർ ആവാം, അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ്സും. ഓക്കെ, അതായത് ആദ്യം ഏറ്റവും ലോവർ ലെവലിൽ പ്രൈമറി, പിന്നെ സെൻട്രൽ ഇത് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, പിന്നെ ടോപ്പ് ലെവൽ, അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ്സിനും ഇതിലെന്താവാൻ കഴിയും? ഒരു മെമ്പർ ആവാൻ കഴിയുമെന്നാണ് പറയുന്നത്. The funds are collected from deposit, loans and the overdrafts received from the apex societies and the share capital received from its members. അതായത് നമ്മുടെ ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് അത് ഇതാക്കുന്നത്? അതായത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ക്യാഷ് കിട്ടും. ആർക്ക് ക്യാഷ് കിട്ടും? നമുക്കല്ല, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് ക്യാഷ് കിട്ടും. അതുപോലെ തന്നെ ലോൺ എടുക്കും, പിന്നെ ഓവർ ഡ്രാഫ്റ്റ് റിസീവ് ചെയ്യും, പിന്നെ അപ്പെക്സ് സൊസൈറ്റി ഷെയർ ക്യാപിറ്റലൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒക്കെ മെമ്പേഴ്സ് ക്യാഷ് തരും. അങ്ങനെയാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് അവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ എക്സ്റ്റെൻഡ് ലോൺ ടു ദർ മെമ്പേഴ്സ്. ലോൺ കൊടുക്കുന്നത് അതിലെ മെമ്പേഴ്സിനാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഇൻ ദി സ്റ്റേറ്റിലെ അപ്പെക്സ് സൊസൈറ്റിയാണ് ഇത് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ദ ഫണ്ട്സ് ആർ കളക്റ്റഡ് ഫ്രം ഡെപ്പോസിറ്റ്, ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് റിസീവ്ഡ് ഫ്രം ദി RBI നബാർഡ്. അതായത് ഇതിന് വേണ്ട ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ലോണ്, ഓവർ ഡ്രാഫ്റ്റ്, RBI നബാർഡ് എന്നൊക്കെ എടുക്കുന്ന ലോണും ഓവർ ഡ്രാഫ്റ്റൊക്കെ വഴിയാണ് ഇതിന് വേണ്ട ഫണ്ട് ഇവർ കളക്ട് ചെയ്യുന്നത്. ദേ എക്സ്റ്റെൻഡ് ലോൺ ടു സെൻട്രൽ കോപ്പറേറ്റീവ്സ് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ്സ്. അതായത് സെൻട്രൽ കോപ്പറേറ്റീവ്സിനും പ്രൈമറി കോപ്പറേറ്റീവ്സിനും ആവശ്യമായിട്ടുള്ള ലോൺ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി 2 ക്ലാസിഫിക്കേഷനും കൂടി ആട്ടോ വരുന്നത്. നാലാമത്തെയാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ എ 3-tier സ്ട്രക്ചർ വിച്ച് പ്രൈമറി കോപ്പറേറ്റീവ്സ് അറ്റ് ദി റീജിയണൽ ലെവൽ, സെൻട്രൽ കോപ്പറേറ്റീവ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. ഓക്കെ,
ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ 3 ടയറിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ റീജിയണൽ ലെവൽ, അതായത് ഏറ്റവും ചെറിയ ലെവൽ, സെൻട്രൽ കോപ്പറേറ്റീവ് ഡിസ്ട്രിക്റ്റ് അതായത് മിഡിൽ ലെവൽ, ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അത് സ്റ്റേറ്റ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ. ഓക്കെ, ദേ ഡോണ്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ബട്ട് ദേ എക്സ്റ്റെൻഡ് ലോൺ ഓൺ ലോങ് ടേം ബേസിസിൽ. ലാൻഡ് ഡെവലപ്മെൻറ്റുകൾ ബാങ്കുകൾ എന്ത് ചെയ്യുന്നില്ല, അവർ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ലോങ് ടേം അതായത് ഒരുപാട് വർഷത്തേക്ക് അവരെന്ത് ചെയ്യും, ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ മോണിറ്റേർഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, RBI ആൻഡ് നബാർഡ്. ഇവരെ ഗവേൺ ചെയ്യുന്നത് RBI, നബാർഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അതാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ കേസാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇറ്റ്സ് ലൈക്ലി പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ അർബൻ ആൻഡ് സബർബൻ ഏരിയാസ്. ദി എക്സ്റ്റെൻഡ് ലോൺസ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്, അതായത് നോൺ അഗ്രികൾച്ചർ അതായത് കാർഷികത്തിന് വേണ്ടിയിട്ടല്ല, കാർഷികേതര അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ് ഫ്രം ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് ഫണ്ടുകൾ ഇവർ കളക്ട് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ത്രൂവും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേരായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ ഫങ്ഷൻസ് പഠിക്കുക. എസ് ഒക്കെ വരാൻ ഷോർട്ട് എസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ പ്രോബ്ലംസ് അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് 5 തരത്തിലായിരുന്നു: പ്രൈമറി കോപ്പറേറ്റീവ്സ്, സെൻട്രൽ കോപ്പറേറ്റീവ്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വയ്ക്കുക കേട്ടോ. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. താങ്ക് യു.